ഞാൻ കരുതി ഈ ലോകത്ത് എവിടേക്കെങ്കിലും ട്രിപ്പിന് പോകാമെന്ന് കേൾക്കുമ്പം ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എനിക്കാണ്. പക്ഷേ എന്നേക്കാൾ എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരാളുണ്ടായിരുന്നു, ലേവിക്കുട്ടൻ. ഞങ്ങളുടെ കൂടെ കൂടി എനിക്ക് തോന്നുന്നു ലേവിക്കുട്ടനും ഇപ്പോൾ യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. അവനെ 4 വീക്സ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് ഞങ്ങൾ ന്യൂയോർക്കിലേക്ക് പോയത്. അന്ന് തൊട്ടിട്ട് അവന് മനസ്സിലായെന്ന് തോന്നുന്നു, ഈ അമ്മായും അപ്പായും വെറുതെ ഇരിക്കുന്ന ആൾക്കാരല്ല, എപ്പോഴും ട്രാവൽ ചെയ്യുന്നവരാണെന്ന്. ദൈവം അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഓരോ മാസവും തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രയോറിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞു. നല്ലൊരു അമ്മച്ചിയാണ് കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങളുടെ ഹാൻഡ് ലഗേജും കൂടെ കയറിപ്പോയി കേട്ടോ. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഗേറ്റിലേക്ക് പോവാണ്. വളരെ ചീപ്പായിട്ടുള്ള ഫ്ലൈറ്റാണ് നമ്മൾ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത്, വിസയർ. അതുകൊണ്ട് ഫുഡ് പോയിട്ട് വെള്ളം പോലും കിട്ടത്തില്ല. ഒരു ബോട്ടിൽ വെള്ളമൊക്കെ മേടിച്ച് ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയിരുന്നത് ലെവിക്കുട്ടൻ ഫ്ലാറ്റ് ആവും. ലെവിയുടെ കൂട്ടത്തിൽ ഞങ്ങളും ചെറിയൊരു നാപ്പ് എടുത്തു. കണ്ണു തുറന്നപ്പോഴേക്ക് ലെവിക്കുട്ടന് പുതിയൊരു ഫ്രണ്ടിനെയൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ ഇസ്താൻബുൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ലെവിക്കുട്ടൻ്റെ 9th മുതൽ 9th കൺട്രി. ഹോട്ടലിൽ നിന്ന് ക്യാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് ഒരു 1 hour ഡ്രൈവ് ആയിരുന്നു. അങ്ങനെ അച്ചു ചെക്കിനൊക്കെ ചെയ്തു ഡബിൾ ട്രീയിൽ. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാറിലിരുന്നാണ് കഴിച്ചത്, ഓട്സ്. അതിനുശേഷം ലഞ്ചിൽ ഞാൻ അത്ര ഹാപ്പി അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തത് ബാഗെല്ലാം റൂമിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നേരെ പുറത്തിറങ്ങി അവിടുത്തെ ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. എനിക്ക് ഷവർമയും കാലെടുത്ത് വെച്ചതും ATMന്റെ സംസ്ഥാന സമ്മേളനമായിരുന്നു. തപ്പി നടക്കാൻ നേരത്തെ ഒരൊറ്റ ATM പോലും കാണത്തില്ല. അങ്ങനെ ആദ്യം വന്ന് ചാടിയത് പേസ്ട്രി ഷോപ്പിന്റെ ഫ്രണ്ടിലാണ്. അവിടുന്ന് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിച്ച് നേരെ ടർക്കിഷ് ടീയോ അടിച്ച്. പിന്നെ എൻ്റെ ഒരു ചെറിയ ആഗ്രഹമായിരുന്നു ഈ ഷവർമ കഴിക്കാൻ. അത് അച്ഛ അങ്ങ് സഹായിച്ചു തന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.